ബുദ്ധിമാനായ കൊട്ടുമുയലിന്റെ കഥ. ഒരിടത്തൊരു കാട്ടിൽ ക്രൂരനായ സിംഹരാജാവും ധാരാളം മൃഗങ്ങളും ജീവിച്ചിരുന്നു. ഒരൊറ്റ ജീവിയെ പോലും വിടാതെ കണ്ണിൽ കണ്ട എല്ലാ മൃഗങ്ങളെയും പിടിച്ചു ഭക്ഷിക്കുന്നതിനാൽ അസുരൻ എന്നായിരുന്നു സിംഹത്തിന്റെ വിളിപ്പേര്. നാളുകൾ കഴിയും തോറും മൃഗങ്ങൾക്ക് അസുരനെ ഭയന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അവന്റെ മുൻപിലെങ്ങാനും ചെന്നുപെട്ടാൽ പിന്നെ കഥ തീർന്നത് തന്നെ. അസുരന്റെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ മൃഗങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ അവർ ചർച്ചയ്ക്കായി ഒരു വൃക്ഷച്ചുവട്ടിൽ ഒത്തുകൂടി. മണിക്കൂറുകൾ നീണ്ട ആ ചർച്ച അസുരന്റെ ക്രൂരതയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നതായിരുന്നു. എല്ലാവരും പല പല ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. അവസാനം ചർച്ച കഴിഞ്ഞപ്പോഴേക്കും അവർ തീരുമാനിച്ചത് എല്ലാവരും കൂടി അസുരനെ നേരിൽ കണ്ടുചെന്ന് തങ്ങളുടെ വിഷമം അറിയിച്ച് ഇനി ഇങ്ങനെ ഉപദ്രവിക്കരുതേ എന്ന് അപേക്ഷിക്കാനാണ്. അങ്ങനെ അവർ പിറ്റേന്ന് തന്നെ തീരുമാനിച്ചതുപോലെ അസുരന്റെ ഗുഹയിലേക്ക് പോയി. നല്ല പേടിയോടുകൂടെ ആണെങ്കിലും ഉള്ള ധൈര്യമൊക്കെ സംഭരിച്ച് അവർ അസുരന്റെ മുൻപിലെത്തി. പതിവില്ലാതെ എല്ലാവരെയും തന്റെ ഗുഹയിൽ കണ്ട അസുരൻ തല ഉയർത്തി ഗൗരവത്തോടെ ചോദിച്ചു, എന്തു വേണം? എന്താ എല്ലാവരും ഈ വഴിക്ക്? ചോദ്യം കേട്ടതും മൃഗങ്ങളെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, അങ്ങ് ഒരു ദയവുമില്ലാതെയാണ് ഞങ്ങളെ കൊന്നു തിന്നുന്നത്. ഞങ്ങൾക്കാർക്കും ഒരു സമാധാനവുമില്ല. ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കാതെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണം. മൃഗങ്ങളുടെ ഈ ആവശ്യം കേട്ട അസുരൻ സ്വരം അല്പം കൂടി കനപ്പിച്ചു പറഞ്ഞു, അതൊന്നും നടക്കില്ല. ഞാൻ ഈ കാട്ടിലെ രാജാവാണ്. എനിക്ക് കൊന്നു തിന്നാനുള്ളവരാണ് നിങ്ങളെല്ലാം. അസുരന്റെ മറുപടി കേട്ട മൃഗങ്ങൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങളെ കൊന്നു തിന്നരുതെന്ന് അപേക്ഷിച്ചു. എല്ലാ മൃഗങ്ങളും നിർത്താതെ ഇങ്ങനെ പറയുന്നത് കേട്ട് കുറച്ച് സമയം ചിന്തിച്ച ശേഷം അസുരൻ ഇങ്ങനെ പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യാം. ഞാനായിട്ട് വന്ന് നിങ്ങളെ വേട്ടയാടി പിടിക്കുന്നില്ല. അതിനു പകരം നിങ്ങൾ ഓരോരുത്തരായി എന്നും ഉച്ചയ്ക്ക് എൻ്റെ ഭക്ഷണത്തിന് സമയമാകുമ്പോൾ ഈ ഗുഹയിലേക്ക് വന്നാൽ മതി. മൃഗങ്ങൾ പരസ്പരം നോക്കി. ക്രൂരനായ അസുരന്റെ പക്കൽ നിന്നും ഇതിൽ കൂടുതൽ ഒരു ദയയും പ്രതീക്ഷിക്കേണ്ട എന്നവർക്ക് മനസ്സിലായി. അസുരനെ ഭയന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ മാളത്തിലിരിക്കുന്നതിലും ഭേദം ഓരോരുത്തരായി സ്വമേധയാ വന്ന് ഇരയാവുന്നതാണ്. അതാകുമ്പോൾ ഓരോരുത്തരുടെ ഊഴമാകുന്നതുവരെ സമാധാനത്തോടെ കഴിയാമല്ലോ. മുന്നിൽ നിൽക്കുന്ന മൃഗങ്ങളെ നോക്കി ഒരു രാജാവിന്റെ അധികാരത്തോടു കൂടി അസുരൻ തുടർന്നു, പിന്നെ ഒരു കാര്യം, എനിക്ക് ഭക്ഷണത്തിന് സമയമാകുമ്പോൾ എൻ്റെ മുൻപിൽ അന്നത്തെ ഇര എത്തിയില്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്രൂരമായി കൊന്നു തിന്നും. പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും വേറെ വഴിയില്ലാത്തതിനാൽ അസുരന്റെ വാക്കുകൾക്ക് സമ്മതം മൂളി മൃഗങ്ങൾ വീടുകളിലേക്ക് തിരിച്ചു യാത്രയായി. പിറ്റേന്ന് തൊട്ട് മൃഗങ്ങൾ ഓരോരുത്തരായി തങ്ങളുടെ ഊഴത്തിനനുസരിച്ച് ഓരോ ദിവസവും അസുരന്റെ ഗുഹയിൽ എത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഇന്ന് അസുരന് ഭക്ഷണമായി തീരാനുള്ള ബാധ്യത നമ്മുടെ കുട്ടുമുയലിനാണ്. മറ്റു മൃഗങ്ങളെ പോലെ തന്നെ സിംഹരാജാവിന്റെ ക്രൂര പ്രവൃത്തികൾ കുട്ടുമുയലിന് തീരെ ബോധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിമാനായ കുട്ടുമുയൽ ഇതിനൊരു അവസാനം കാണാൻ ചില പദ്ധതികളൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണ സമയമായിട്ടും കുട്ടുമുയൽ അസുരന്റെ ഗുഹയിൽ എത്തിയില്ല. ഭക്ഷണം കിട്ടാതെ ദേഷ്യത്തോടെ ഇരിക്കുന്ന അസുരന്റെ മുൻപിലേക്ക് സന്ധ്യയായപ്പോഴേക്കും കുട്ടുമുയൽ ഓടിക്കിതച്ചെത്തി. വിശന്നു വലഞ്ഞിരിക്കുന്ന അസുരന് തന്റെ മുൻപിലേക്ക് വന്ന ഇത്തിരി പോന്ന മുയലിനെ കണ്ടപ്പോൾ ദേഷ്യം ഇരട്ടിച്ചു. അവൻ അലറിക്കൊണ്ടു പറഞ്ഞു, ഇന്ന് ഞാൻ എല്ലാ മൃഗങ്ങളെയും കടിച്ചു കീറി കൊല്ലും. നിങ്ങൾ പറഞ്ഞ ഉടമ്പടി തെറ്റിച്ചു. ഈ ഗർജനം കേട്ട കുട്ടുമുയൽ ഭയം പുറത്ത് കാണിക്കാതെ വിനയത്തോടെ പറഞ്ഞു, അടിയനോട് ക്ഷമിച്ചാലും പ്രഭോ, സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അങ്ങ് അറിയണം. ഞാൻ മനഃപൂർവ്വം ഉടമ്പടി തെറ്റിച്ചതല്ല. വലിപ്പത്തിൽ ചെറുതായതുകൊണ്ട് ഞങ്ങൾ 5 പേരാണ് അങ്ങയ്ക്ക് വേണ്ടി പുറപ്പെട്ടത്. എന്നാൽ പാതി വഴിയിൽ വെച്ച് മറ്റൊരു സിംഹം അവരെ 4 പേരെയും പിടിച്ചു തിന്നു. ഞാൻ ഒരു വിധത്തിലാണ് ഓടി രക്ഷപ്പെട്ടത്. ഇത് കേട്ടതും അസുരൻ ദേഷ്യത്തോടും ആശ്ചര്യത്തോടും കൂടി പറഞ്ഞു, ഈ കാട്ടിൽ ഞാനല്ലാതെ മറ്റൊരു സിംഹമോ? അതേ പ്രഭു, ഞാൻ പറയുന്നത് സത്യമാണ്. ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നും ഞങ്ങൾ അങ്ങയുടെ ഭക്ഷണമാകാൻ ഉള്ളവരാണെന്നും ഞാൻ പറഞ്ഞതാണ്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ എൻ്റെ 4 കൂട്ടുകാരെയും ആ സിംഹം അകത്താക്കി. മാത്രമല്ല, അവനാണ് ഈ കാട്ടിലെ രാജാവെന്നും വേറെ ഒരുത്തനെയും അവന് ഭയമില്ല എന്നും ആ സിംഹം എന്നോട് പറഞ്ഞു. അങ്ങയെ എത്രയും പെട്ടെന്ന് ഇത് അറിയിക്കാൻ ഞാൻ ഓടിയെത്തിയതാണ്. ഇതു കേട്ടതും കോപം നിയന്ത്രിക്കാനാവാതെ അസുരൻ കുട്ടുമുയലിനോട് തന്നെ ആ സിംഹത്തിന്റെ അടുത്തെത്തിക്കാൻ ആജ്ഞാപിച്ചു. തന്റെ പദ്ധതി പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കുട്ടുമുയൽ ഒട്ടും വൈകാതെ അസുരനെയും കൂട്ടി ഗുഹയുടെ പുറത്തേക്ക് കടന്നു. എന്നിട്ടൊരിടവഴിയിലൂടെ നടന്ന് കാടിന്റെ മറുവശത്തുള്ള കിണറരികിലേക്ക് എത്തി. എന്നിട്ട് അസുരനെ നോക്കി കിണറ്റിനുള്ളിലേക്ക് കൈ ചൂണ്ടി കുട്ടുമുയൽ പറഞ്ഞു, പ്രഭോ,
അങ്ങയെ കണ്ടതും ആ ഭീരു മതിൽക്കെട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ഇതു കേട്ട പാതി കേൾക്കാത്ത പാതി സിംഹരാജൻ അലറിക്കൊണ്ട് കിണറിന്റെ മതിലിലേക്ക് ചാടിക്കയറി. എന്നിട്ട് കുട്ടുമുയൽ പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ കിണറിനുള്ളിലേക്ക് തലയിട്ട് നോക്കി. അപ്പോൾ അതാ കിണറിന്റെ ഉള്ളിൽ മറ്റൊരു സിംഹം തന്നെ നോക്കി നിൽക്കുന്നു. ഇതു കണ്ടതും അസുരൻ ഗർജിച്ചലറി. കിണറ്റിലെ സിംഹവും ഇതേ സമയം ഗർജിച്ചു. എന്നാൽ അത് വെള്ളത്തിൽ കണ്ട തന്റെ പ്രതിബിംബമാണെന്നും മനസ്സിലാവാതെ മണ്ടനായ അസുരൻ കിണറ്റിനുള്ളിലെ വെള്ളത്തിലേക്ക് ക്രോധത്താൽ എടുത്തു ചാടി. പിന്നെ അവൻ തിരിച്ചു വന്നില്ല. ഇനി ഒരിക്കലും അസുരൻ എന്ന സിംഹരാജന്റെ ക്രൂരത സഹിക്കണ്ടല്ലോ എന്ന സന്തോഷത്തിൽ കുട്ടുമുയൽ തന്റെ കൂട്ടുകാർക്കരികിലേക്ക് തിരിച്ചുപോയി. പിന്നെ ആ കാട്ടിലെ മൃഗങ്ങളെല്ലാം സമാധാനത്തോടും സന്തോഷത്തോടും അവിടെ ജീവിച്ചു.